മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജിയിൽ നിർണായക വിധി അല്പസമയത്തിനകം. എക്സാലോജിക് CMR ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലാണ് ഹൈക്കോടതി 1:45 വിധി പറയുക. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും അന്തരിച്ച പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവുമാണ് ഹർജി നൽകിയത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ നിർണായകമായ വിധി, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വിധി, അത് 1:45 ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിക്ക് തള്ളിയതാണ്. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് ആവശ്യം എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും കാത്തിരിക്കുന്ന വിധി 1:45. ശ്രീകാന്ത്, രണ്ടുപേരാണ് ഈ കേസിൽ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഒന്ന് അന്തരിച്ച പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു, രണ്ടാമത്തേത് ഈ കേസിൽ മൂവാറ്റുപുഴ MLA കൂടിയായ മാത്യു കുഴൽനാടൻ. ഇങ്ങനെ രണ്ടുപേരാണ് ഹൈക്കോടതിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇന്ന് ആ കേസിൽ വിധി പറയാൻ പോവുകയാണ്. 1:45 ജസ്റ്റിസ് K ബാബുവിൻ്റെ ബെഞ്ചാണ് വിധി പറയാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ വിധി തന്നെയായിരിക്കും അത്. അതിൻ്റെ വാദങ്ങൾ നമ്മൾ കേട്ട പശ്ചാത്തലം കൂടി പരിഗണിക്കണം. ആ ഘട്ടത്തിലൊക്കെ തന്നെ കോടതി കുറേയധികം സംശയങ്ങൾ ഈ ഹർജിക്കാരോട് ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾ കാണുമ്പോൾ നമുക്ക് വിധി എന്താകും എന്ന് ഏറെക്കുറെ അനുമാനിക്കാനാകും. പക്ഷേ അതിപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത് ശരിയല്ല. കോടതിയുടെ തീരുമാനമാണ്. അത് 1:45 തന്നെ അറിയേണ്ടതുമാണ്. നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഈ ഹർജികൾ തള്ളിക്കളഞ്ഞതാണ്. അതിനെതിരെയാണ് റിവിഷൻ ഹർജി നൽകിയിട്ടുള്ളത്. 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ളതാണ് ആരോപണം. കോടതി പറയട്ടെ, സിംഗിൾ ബെഞ്ചിന് മുൻപാകെ ഹർജിയുണ്ട്.